ഹലോ വെൽക്കം ബാക്ക്. ഞാൻ അൽ ഹസൻ. അപ്പം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള വെൽഡർ, ഇലക്ട്രോണിക് മെക്കാനിക്, ടർണർ, മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഫിറ്റർ, മെഷീനിസ്റ്റ് ഈ ട്രേഡ് കഴിഞ്ഞവർക്കൊക്കെ തന്നെയുള്ള ഒരു അവസരമാണ്. അത് മാത്രമല്ല, ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ടൊരു കാര്യം, തല കുത്തി കടന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താം. ബിക്കോസ് അങ്ങനെ പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട്, വേക്കൻസി അത്രയും കുറവാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇനിയും വേക്കൻസികൾ മറ്റ് സെന്ററുകൾ, അതായത് മറ്റ് യൂണിറ്റുകളിലുള്ള വേക്കൻസികൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ളത് വലിയമലയിലും അതുപോലെ തന്നെ ബാംഗ്ലൂരിലുമുള്ള സെന്ററുകളിലേക്കുള്ള വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് പ്രിപ്പറേഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രേഡ് തിയറി, വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് എന്ന് പറയുന്ന രണ്ട് സബ്ജക്റ്റുകളാണ് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു 75% മുതൽ 85% വരെയുള്ള ചോദ്യങ്ങൾ ട്രേഡ് തിയറി ഇൻ ഡെപ്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 75% മുതൽ 85% വരെ. അതിൽ 15-25% ക്വസ്റ്റ്യൻസ് എന്തിനകത്ത് നിന്നുണ്ടായിരിക്കും, നമ്മുടെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ലഭിക്കുന്നുണ്ടാവുക. അപ്പൊ കഴിഞ്ഞ തവണത്തെ എക്സാംസിൽ എനിക്ക് തോന്നുന്നു ഒരു 20% ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് ഇപ്പം URSCയിൽ നടന്നിട്ടുള്ള എക്സാം ആണ് പറയുന്നത്. 20% ക്വസ്റ്റ്യൻസ് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ സയൻസും 80% ക്വസ്റ്റ്യൻസ് ട്രേഡ് തിയറിയും ബേസ് ചെയ്തുകൊണ്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. സോ അതുപോലെ തന്നെ ഈ പ്രാവശ്യം എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സെൻട്രൽ തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കും, അതുപോലെ തിരുവനന്തപുരത്തെ ഉണ്ടാകുള്ളൂ. ദെൻ അതുപോലെ തന്നെ ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കത്തില്ല, മറിച്ച് OMR ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. വേക്കൻസിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയാം. ഫസ്റ്റ് വൺ, വെൽഡറിന് ഒരേ ഒരു വേക്കൻസി മാത്രമാണുള്ളത്. ഈ വേക്കൻസി ഉള്ളത് എന്ന് പറഞ്ഞാൽ OBC അതർ ബാക്ക്ഗ്രൗണ്ട് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർക്കാണ് ഈ വേക്കൻസി ഉണ്ടാകുന്നത്. സോ വെൽഡറുകാരെ സംബന്ധിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഒരു പെയ്ഡ് ഗ്രൂപ്പ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്താണ്, വീഡിയോ ക്ലാസ്സസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും പെയ്ഡ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക. താല്പര്യം ഉണ്ടോന്നുണ്ടെങ്കിൽ ഇനി ഭാവിയിലുള്ള എക്സാംസുകൾക്കായിരുന്നാലും അത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഇലക്ട്രോണിക് മെക്കാനിക് ആണ്. അതിൽ ടോട്ടലായിട്ട് 2 വേക്കൻസിയാണ് ഉള്ളത്. സോ 2 വേക്കൻസികളും വലിയമലയാണ്. നേരത്തെ പറഞ്ഞ ഒരു വേക്കൻസി വലിയമലയിൽ തന്നെയാണ്. സോ ഇവിടെ വേക്കൻസി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലാണ് 2 വേക്കൻസി. അതിൽ ഒരു വേക്കൻസി UR ആണ്, അതായത് ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഒരു വേക്കൻസിയിലേക്ക്. ദെൻ ഒരു വേക്കൻസി അതർ ബാക്ക്ഗ്രൗണ്ട് കമ്മ്യൂണിറ്റിയാണ്, OBC ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, ദെൻ ടർണർ ആണ്, ആകെ ഒരു വേക്കൻസി മാത്രമാണുള്ളത്. ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. വലിയമലയിലാണ് വരുന്നത്, UR വരുന്നുണ്ടാവുക. ഓക്കെ, ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ദെൻ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ്. ടോട്ടലായിട്ട് വരുന്ന ഒരു വേക്കൻസിയാണ്, അത് വലിയമലയിൽ തന്നെയാണ് വരുന്നത്. UR ആണ്, ഒരു വേക്കൻസി ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഫിറ്റർ ട്രേഡിന് ടോട്ടലായിട്ട് 5 വേക്കൻസി വരുന്നുണ്ട്. അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയമലയിൽ 3ഉം ബാംഗ്ലൂരിൽ 2 വേക്കൻസി വരുന്നുണ്ട്. വലിയമലയിൽ UR ഒന്നുണ്ട്, OBC ഒന്നുണ്ട്, SC ഒന്നുണ്ട്. ഓക്കെ, അപ്പോൾ UR ആണെന്നുണ്ടെങ്കിൽ ഒരു വേക്കൻസിയിലേക്ക് പ്രിപ്പയർ ചെയ്യാം. വലിയമല യൂണിറ്റിനെ സംബന്ധിച്ച് OBC-കാർക്ക് 2 വേക്കൻസി കിട്ടും, UR-ലും അതുപോലെ തന്നെ OBC-യിലുമായിട്ട്. SC-കാർക്ക് 2 വേക്കൻസിയാണ്, UR-ലും SC-യിലുമായിട്ട് ഓരോ വേക്കൻസികൾ. തന്നെ വലിയമല അതെങ്ങനെയാണ്, ബാംഗ്ലൂരിലാണെന്നുണ്ടെങ്കിൽ 2 വേക്കൻസി ടോട്ടൽ ഉണ്ടായത്. അതായത് UR-ൽ ഉണ്ടാവില്ല, OBC-യിൽ ഒരു വേക്കൻസി ഉണ്ട്, EWS എക്കണോമിക്കലി വീക്കർ സെക്ഷനകത്ത് നമുക്ക് ഒരു വേക്കൻസി ഉണ്ടായിരിക്കുന്നതാണ്. ദെൻ മെഷീനിസ്റ്റ് ആണ്. മെഷീനിസ്റ്റിന് ആകെ ഒരു വേക്കൻസി ഉള്ളത് ബാംഗ്ലൂരിലാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OBC കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം, ഒരു വേക്കൻസി ഉണ്ടായിരിക്കുന്നതാണ്. സോ ഇത്രയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് IT-കാരെ സംബന്ധിച്ചുള്ള അവസരം എന്ന് പറയുന്നത്, വേക്കൻസി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഫുൾ ടൈം നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതിനകത്തേക്ക് സെലക്ഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിന്റെ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 10/9/2024 എന്ന് പറയുന്ന ആ ഒരു ഡേറ്റിനുള്ളിൽ 35 വയസ്സാണ്. റിലാക്സബിൾ ഏജ് എന്ന് പറയുന്നത് 5 വയസ്സ് SC/ST കാൻഡിഡേറ്റ്സിനും 3 വർഷം OBC കാൻഡിഡേറ്റ്സിനും റിസർവേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു PDF-ൽ നിന്ന് കാണാവുന്നതാണ്. ഞാൻ PDF-ന്റെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ പവർ ഓഫ് IT എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതിൽ നിന്നേക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് ആണ്. സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. സോ റിട്ടൺ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ 5:1 അനുപാതത്തിൽ എന്ത് ചെയ്യുന്നു, സ്കിൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് ആൾക്കാരെ തെരഞ്ഞെടുക്കുകയും ദെൻ സ്കിൽ ടെസ്റ്റ് നടത്തുകയും ചെയ്യും. തിരുവനന്തപുരത്ത് തന്നെയായിരിക്കും സെന്റർ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്തായിരിക്കും സിലബസ് എന്ന് പറയുന്ന ട്രേഡ് തിയറിയും വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ സയൻസും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. 80 ചോദ്യങ്ങളാണ് ടോട്ടൽ ഉണ്ടായിരിക്കുന്നത്. സോ 60 ചോദ്യങ്ങൾ, അതായത് 55 മുതൽ ഒരു 75 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 70 ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ട്രേഡ് തിയറിയിൽ നിന്നും 75 അല്ല 55 മുതൽ 70 വരെയുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് ട്രേഡ് തിയറിയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. 50 മുതൽ
65 വരെയുള്ള ചോദ്യങ്ങൾ ട്രേഡ് തിയറിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ ബാക്കി ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് 20 അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ 15 ചോദ്യങ്ങളൊക്കെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിനിമം പാസിംഗ് മാർക്ക് എന്ന് പറയുന്നത് അൺറിസർവ്ഡ് കാൻഡിഡേറ്റിന് 32, 80-ൽ 32ഉം എന്താണ് പറയുക റിസർവ്ഡ് കാൻഡിഡേറ്റിന് 80-ൽ 24ഉമാണ്. ഇത് കട്ട് ഓഫ് മാർക്ക് ഒന്നുമല്ല, ഇത് ലഭിച്ചു കഴിഞ്ഞാൽ ജോലി ലഭിക്കണമെന്നല്ല, നമുക്ക് മിനിമം അത്രയും മാർക്ക് ഉണ്ടായിരിക്കണം. സ്കിൽ ടെസ്റ്റിനകത്താണെന്നുണ്ടെങ്കിൽ ജയിക്കാൻ വേണ്ടിയിട്ട് 100-ൽ 50 ഉണ്ടായിരിക്കണം. റിസർവ്ഡ് കാൻഡിഡേറ്റിന് 100-ൽ 40 ഉണ്ടായിരിക്കണം. സോ ഇതെന്ന് പറയുന്നത് ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ മാത്രമാണ്. അതായത് ഇതിൽ നിങ്ങൾ ട്രേഡ് തിയറി അല്ലെങ്കിൽ CBT OMR ടെസ്റ്റിന് നല്ല മാർക്ക് സ്കോർ ചെയ്താലാണ് സ്കിൽ ടെസ്റ്റിൽ പാസ്സായി കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള OMRൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു സ്കിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ടെസ്റ്റ് മാത്രമായിട്ട് കണക്കാക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും പ്രധാനമായിട്ടും നോക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഇതിനകത്ത് ഫീസാണ്. നമുക്ക് പേയ്മെന്റ് 500 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക. എക്സാം കഴിയുമ്പോഴത്തേക്കിനും ഇതിനകത്ത് 400 രൂപ റീഫണ്ട് ചെയ്യും. അതുപോലെ തന്നെ SC ST കാൻഡിഡേറ്റ്, എക്സ് സർവീസ്മാന്, ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 400 രൂപയാണ് ഫീസ് എന്ന് പറയുന്നത്. സോ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുക, ബാങ്ക് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫുൾ പേയ്മെന്റും നിങ്ങൾക്ക് റിട്ടേൺ ആവുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കൂടുതൽ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇതെങ്ങനെ അപ്ലൈ ചെയ്യണം തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ PDF-ലുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് ഷെയർ ചെയ്യുന്നില്ല, അത് നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലാക്കാവുന്നതാണ്. ഇതിനകത്തേക്ക് ആപ്ലിക്കേഷൻ അയച്ചു തുടങ്ങാവുന്ന സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 27/8/2024 ചൊവ്വാഴ്ച മുതൽ 10/9/2024 ഒരു ചൊവ്വാഴ്ച വരെ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അപ്ലൈ ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യം അത്രയും അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കും. പേയ്മെന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫീ ക്ലോസസ് ആവുന്നത് 11/9/2024 അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ എല്ലാ പ്രോസസ്സുകളും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നുള്ളത് ഇതിനകത്തുനിന്ന് നമുക്ക് പ്രധാനമായിട്ടും ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ISRO ആണ്. അപ്പോൾ ഇതിലേക്ക് താല്പര്യപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. പ്രിപ്പയർ ചെയ്യേണ്ട ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് തിയറിയാണ്, വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് ആണ്. ഈ രണ്ട് സബ്ജക്റ്റുകളും വളരെ ഡെപ്ത് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അത്യാവശ്യം നമുക്ക് സ്കിൽ ടെസ്റ്റിലെങ്കിലും പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ ജസ്റ്റ് ചുമ്മാ പോയി എഴുതാൻ വിചാരിക്കേണ്ട, അങ്ങനെ ഇതിനകത്തേക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ പാട് തന്നെയാണ്. കിട്ടില്ല എന്ന് തന്നെ പറയാം, കാരണം അത്രയും നല്ല കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഏരിയ ആണെന്ന് പറയുന്നത് ISRO എന്ന് പറയുന്നത്. സോ ഇപ്പോൾ വേക്കൻസി കണ്ടിട്ട് എന്ത് ചെയ്യും, പലരും പ്രിപ്പറേഷൻ ഇല്ലാതെയും ഇരിക്കുന്നുണ്ടാകും. ഓക്കെ, കാരണം വളരെ കുറച്ച് വേക്കൻസിയാണ്. അപ്പോൾ എന്ത് ചെയ്യാം, താല്പര്യമുള്ളവർ ഇതിനകത്തേക്ക് ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക്